ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷവും നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ നാഷണൽ ഹൈവേ ഒക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. ഈ അപകടമുണ്ടായി നമ്മൾ ഇത്രത്തോളം ഭീതിയിലായി, ഇത്രത്തോളം മനുഷ്യജീവനുകൾ നഷ്ടമായ ഒരു സാഹചര്യത്തിലും ഇനിയും ആ ഒരു അപകടാവസ്ഥ തുടരുന്നതിൽ നമുക്ക് ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലേ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ബൈജു അറിഞ്ഞിരുന്നോ, മനസ്സിലാക്കിയിരുന്നോ? അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം അവിടെ സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അത് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി പുരോഗമിക്കുന്നുണ്ടോ ബൈജു? അതിന് പ്രധാനമായും ഇവിടെ അധികൃതർ ചെയ്തത് ഒരുപക്ഷെ ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി വാഹനങ്ങൾ, അതായത് ദേശീയപാത, പ്രധാനപ്പെട്ട ദേശീയപാത NH-66 ആണ്. അതായത് പൂനെ മംഗലാപുരം തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതുവഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഈ റോഡിന്റെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് കുറച്ച് മുൻപ് ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് മാത്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും പ്രധാനം. ഇപ്പോൾ നമുക്ക് കാണാം ആ റോഡും ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ആ ഭാഗവും ഈ മണ്ണുകളൊന്നും ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പക്ഷേ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല, അത്രത്തോളം അപകടാവസ്ഥയിൽ. ഇപ്പോൾ ഇത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമുക്കറിയാം 8:30 ആണ് ഈ അപകടമുണ്ടായത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 20-25 ലോറികളൊക്കെ ഇവിടെ ഇത്തരത്തിൽ പാർക്ക് ചെയ്ത് ഈ ലക്ഷ്മണന്റെ കടയിലെത്തി അദ്ദേഹം പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ലോറിക്കാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അവർ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയും അതുപോലെ തന്നെ ആ കുടുംബം അവരുടെ സ്വന്തം വീടുണ്ടായിട്ടും ഈ ലോറിക്കാർക്ക് ഇത്തരത്തിൽ സൗകര്യം ചെയ്യാൻ ഇവിടെ തന്നെ ഈ ചായക്കടയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരെയാണ് പൂർണ്ണമായും ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. അത് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ആ കുടുംബം അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. പ്രത്യേകിച്ച് ലോറിക്കാരുടെ ഒരു താവളമായിരുന്നു ആ സ്ഥലത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നേർചിത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ടവറൊക്കെ അവിടെ പതിച്ച ടവറൊക്കെ ഇപ്പോഴും അതേപടി അവിടെ കിടക്കുകയാണ്. അത് ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നല്ലൊരു മഴ വന്നാൽ അത് റോഡിലേക്ക് പതിക്കാം. റോഡും അതും തമ്മിൽ അത്രത്തോളം വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്കൊരു ലോറി ദൃശ്യങ്ങളിൽ ഒരു ലോറി പോകുന്നതാണ്. ആ മണ്ണ് ഇടിഞ്ഞ ഭാഗവും ലോറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് വാഹനങ്ങളാണ് ഗോവയിലേക്കൊക്കെ കേരളത്തിൽ നിന്നവർക്ക് ഒരുപാട് സന്ദർശകർ വാഹനം ഉപയോഗിച്ച് പോകുന്ന വഴിയാണ് ആ പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. ഇവിടെ ആകെ ഇപ്പോൾ ഇവർ ചെയ്തത് അവിടെ കുറച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ മുന്നറിയിപ്പ് ഒരു ബോർഡ് വെച്ച് ഈ ഭാഗങ്ങളിലേക്ക് ഇവിടെ ഈ ഇപ്പോഴുള്ള പ്രദേശത്ത് നിൽക്കുകയോ ഇവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്താനോ മറ്റോ നിർത്തുകയോ ചെയ്യരുത് എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചതിനപ്പുറം ഈ ദേശീയപാത അതോറിറ്റി മറ്റൊരു പ്രവൃത്തികളും ഇവിടെ ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറ്റവും ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെ ഈ കൊങ്കൺ മേഖലയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നേരത്തെ ഈ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച 6 വരി പാതയൊക്കെ ഇപ്പോൾ 2 വരി പാതയായി ചുരുങ്ങിയിരിക്കുന്നു. അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിൽ 2 വരി പാതയിൽ മാത്രം കടത്തിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ ആ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ആ കുന്നിൻ ഇടിച്ചിലുണ്ടായ ആ ഭാഗം വരെ ഒരു വീതി ഉണ്ടായിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഒരു ഭാഗം മുഴുവനുമായി ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമൊക്കെ ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയായിരുന്നു. അവിടെയൊക്കെ ആ റോഡ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോലും വരാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ മണ്ണും ചെളിയും ഒക്കെ വലിയ ഭീകരാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെള്ളം മുകളിൽ നിന്നും കുത്തിയൊലിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിന് കുറച്ച് മാറി അപ്പുറത്തായി ഈ മലയിൽ നിന്നും ഇപ്പോഴും ആ വെള്ളം നീരുറവ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണില്ല, കുറച്ച് അല്പം ദൂരമായാണ് അതുള്ളത്. ഇത് ഒരു 2-3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതേ അവസ്ഥയാണ് ഈ NH-66 എന്നതാണ്. ഇതിന് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടി വരും. ഇനിയെങ്കിലും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്ത് നമുക്ക് ഇത്തരം കേൾക്കാൻ ചെയ്യാത്ത രീതിയിൽ അത് പൂർണ്ണമായും അതിന് ഇടപെടണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അത് ലോറിക്കാരുമൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ നിന്നുമൊക്കെ ടൂറൊക്കെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ
നോക്കിക്കൊണ്ട് ഇതുവഴിയൊക്കെ പോകുന്നത് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ കുന്ന് ഇത്രത്തോളം അപകടമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇതിൽ കടന്നു പോകുന്നത്. ഈ പുഴ വളരെ സുന്ദരമായൊരു പുഴയായിരുന്നു. ഈ ലോറിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശ്രമിക്കാൻ സാധിക്കും. ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചായ രാവിലെ കുടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ലോറിക്കാരൊക്കെ യാത്ര തുടരുക. ആ കുടുംബം അവര് അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. അതുപോലെ അർജുനും അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. ഈ സ്ഥലത്ത് ലക്ഷ്മണന്റെ ചായക്കടയിൽ താൻ വിശ്രമിക്കുകയാണെന്നാണ് ഏറ്റവും അവസാനമായി അവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അർജുൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. അർജുൻ ഈ ലോറി ക്യാബിന്റെ അകത്ത് ഉറക്കം കഴിഞ്ഞാൽ അവർ എന്തായാലും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്യാബിന്റെ അകത്ത് തന്നെ അർജുൻ ഉണ്ടാകും. അപകടം സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ ലോറി ഉൾപ്പെടെ ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 മാസമായിട്ടും അർജുനെ കുറിച്ചോ അർജുന്റെ വാഹനത്തെക്കുറിച്ചോ കാണാതായ മറ്റ് കന്നഡികരായ 2 പേരെ കുറിച്ചോ ഒരു വിവരവുമില്ല എന്നാണ് അതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ലോറി ഭാരത് ബെൻസിന്റെ 15 ടൺ ഭാരമുള്ള വലിയ മരലോടുള്ള ആ വാഹനം അതിന്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോറിയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനപ്പുറം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന ഒരു വിവരം 6 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നലെ നടത്തിയ ഈശ്വർ മൽപ്പ നടത്തിയ ആ പ്രവൃത്തി അത് എന്തായാലും അത്ര പെട്ടെന്ന് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിയും ആ വാഹനങ്ങൾ ഇന്നലെ തന്നെ പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഈ വാഹനം കൃത്യമായി മണ്ണ് നീക്കി കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിർണായക ദിവസം എന്ന് പറയേണ്ടി വരും. ഇനി 8 മണിക്കോടുകൂടി എനിക്ക് പിറകിൽ കാണുന്ന ആ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. ഒപ്പം ഈശ്വർ മൽപ്പയും ഏത് സമയത്തും ഇവിടെ എത്തും. അദ്ദേഹം പറഞ്ഞത് 8 മണിയോടുകൂടി എത്തുമെന്നാണ്. ഇന്നലെ 6 മണിക്കാണ് അദ്ദേഹം എത്തിയത്. ഇന്നലെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. കാരണം 6 മണിക്ക് അദ്ദേഹം എത്തി. ഇന്നലെ ആഹാരം പോലും കഴിക്കാതെ വൈകിട്ട് 6 മണിവരെ തുടർച്ചയായി തെരച്ചിലായിരുന്നു. അത് തനിച്ചായിരുന്നു അദ്ദേഹം തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിന് നൽകിയ ആ ഉറപ്പ് അത് പാലിക്കാൻ വേണ്ടി താൻ ഇവിടെ എത്തി. അത് താൻ ഇനിയും ചെയ്യും. 10 ദിവസമായാലും ആ 10 ദിവസവും താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത്